ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദവും ഒക്കെ അടഞ്ഞിരിക്കുന്നുണ്ട്, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ട്. എങ്കിലും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ ഞാൻ എന്ത് ചെയ്തു, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പൂജാ റൂമിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിന്ന് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. പക്ഷേ എങ്കിലും വലിയതായിട്ടുള്ള ആഡംബരത്തിലൊന്നുമല്ല, എങ്കിലും അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. 4 വർഷം കൂടിയിട്ട് അദ്ദേഹം എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ പല രീതിയിലും കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു, അന്വേഷിച്ചു. അങ്ങനെ യാദൃശ്ചികമായൊരു ട്രാവലിൽ അദ്ദേഹം എന്നെ കണ്ടുമുട്ടി. ആദ്യം കണ്ണനെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തി ഓടി വന്നു. ഞാനും തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 4 വർഷമായിട്ട് നിങ്ങളെ തേടിക്കൊണ്ട് നടക്കുകയാണ്, ഒരുപാട് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറയുമ്പോൾ, നമ്മൾ ഈ ബൈക്കൊക്കെ നിർത്തിയിട്ടിരുന്നപ്പം ബൈക്ക് നമ്പർ പോലും നോട്ട് ചെയ്ത് ഒന്ന് കാണാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ അവിടെയൊക്കെ പരാജയപ്പെട്ടു. എങ്കിലും ഞാൻ കണ്ടു. ആളെ പേര് അനീഷ് മാത്യു എന്നാണ്. എന്നെ കണ്ടു ഒരുപാട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, 4 വർഷമൊക്കെ കൂടിയിട്ട് എന്നെ ഇത്രമാത്രം കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്തുമാത്രം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം സംസാരിക്കുമ്പോൾ മൂക്കിങ്ങനെ വന്ന് അടഞ്ഞ് എന്ത് ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊക്കെ എൻ്റെ മേശപ്പുറമാണ്. ഞാൻ ഇരിക്കുന്ന മേശപ്പുറമാണ്. എൻ്റെ ഓരോ സാധനങ്ങളാണ്. ഷാമ്പൂ, സ്പ്രേ, ക്രീം, അങ്ങനെ എൻ്റെ തലയിലിടുന്നത്, ബഡ്സ്, പൗഡർ, ക്രീംസ്, അങ്ങനെയൊക്കെ ഉള്ള എൻ്റെ ഓരോ സാധനങ്ങളാണ്. അതിനിടയിൽ ഞാൻ കൃഷ്ണനെയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു മേശയാണ്. വെക്കണം എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർക്കിടക കഞ്ഞി വെച്ചു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോയിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറുപയറാണ്. ഇത് അതായത് ഉഴുന്ന് പരിപ്പെന്ന് പറയും, പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണ്. അത് പിന്നെ പൊട്ട് കടല, അത് വേറൊരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇനി ഞാനിത് കാണിച്ചു തരാം. കവറിലിരിക്കുക. ഇത് ഇത് പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ, അതായത് പച്ചരിയുടെ ചുമന്ന സൈസ് പച്ചരിയാണിത്. അത് പിന്നെ ഇത് നവര അരിയാണ്, കണ്ടോ, നവരയുടെ അരിയാണത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എള്ള്, ചെറുജീരകം, ഉലുവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്, ശർക്കരയൊക്കെ. അപ്പം ഞാൻ വലുതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, വലിയ ഇസ്തിരി ഇട്ടിട്ടൊന്നും വെച്ചിട്ടില്ല. ഇപ്പം ഇനി നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ കൈപ്പിടിയിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ ഒരുപാട് സാധനം ചേർക്കുമ്പം, ഒരുപാട് ഐറ്റംസ് നമ്മൾ വരുമ്പം അതെല്ലാം കൂടെ ഒരുപാടായിപ്പോൾ. അപ്പം ഉലുവ എന്തായാലും കുറച്ച് കൂടുതലെടുത്തോ. ഉലുവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഉലുവ കുറച്ച് കൂടുതലെടുത്തോളൂ. ബാക്കി സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളെല്ലാം ഓരോ പിടി മതി. ഒരു പിടി, അതിൻ്റെ കൂടെ കുറച്ച് നിങ്ങൾക്ക് എത്രയാണോ അളവ്, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടത്തിൽ നിങ്ങൾ വെച്ചോളൂ. അപ്പം ഇതൊക്കെയാണ് ഞാൻ
എൻ്റെ മനസ്സിൽ അല്ല എൻ്റെ കൈപ്പിടിയിൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഞാനെല്ലാം ഓരോ പിടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോറ് വയ്ക്കുന്ന അരിയും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെച്ചിരിക്കുന്ന കർക്കിടക കഞ്ഞിയാണിത്. ഞാനിപ്പോൾ കഴിച്ചതാണ് കേട്ടോ. ഞാൻ കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ കഴിച്ച് നിങ്ങളെ എന്ത് ചെയ്യുന്ന ഒന്ന് കാണിച്ച് തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. എന്നിട്ട് നമ്മളെല്ലാം ഉലുവ വെള്ളത്തിലിടണം കേട്ടോ തലേ ദിവസം. ബാക്കിയുള്ള സാധനങ്ങളൊന്നും വെള്ളത്തിലിടണ്ട. ബാക്കിയൊക്കെ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് കഴുകി കുക്കറിലിട്ട് നമുക്ക് വേവിച്ചാൽ മതി. അപ്പം ഞാൻ ഉപ്പിട്ടല്ല വേവിച്ചത്. അപ്പം ഞാൻ പിന്നെ കഴിക്കാൻ നേരത്തെ എന്ത് ചെയ്തു, ഉപ്പിടുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടെ ഞാൻ ചെറുപയർ വൻപയർ ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഓരോ പിടി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വെച്ച് കഴിക്കുക. നമ്മളുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വെച്ച് കഴിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ആ കൂടെ നിങ്ങൾക്ക് മധുരം ഇട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശർക്കരയും തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കാം. നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വെച്ച് കഴിക്കുന്നത്. പക്ഷേ ആ കൂടെ ഞാൻ ചേർക്കുന്ന ചേരുവകളും കൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. കണ്ടോ, ഇതാണ് ഞാൻ കുടിച്ചു. ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മരുന്നായതുകൊണ്ട് വലിയ സ്വാദോടു കൂടിയൊന്നും ഞാൻ ചെയ്തില്ല. എല്ലാം കൂടെ വേവിച്ച് ഉപ്പിട്ട് അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.